Sir, without notifying, how can the minister move an amendment for the court? This is not cooperative federalism. This is just calculative politics. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിപക്ഷം. ബില്ലിലെ ക്രമപ്രശ്നങ്ങൾ ഉയർത്തി കേന്ദ്രത്തോട് ചോദ്യശരങ്ങൾ. നിലവിലെ നിയമം വിജ്ഞാപനം ചെയ്യാതെ എങ്ങനെ ബില്ല് അവതരിപ്പിച്ചുവെന്ന് KC വേണുഗോപാൽ. നോട്ട് നിരോധിക്കാൻ കാണിച്ച അതേ തിടുക്കമെന്ന് ശശി തരൂർ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കുടുംബാസൂത്രണം നടപ്പിലാക്കിയതിന്റെ ശിക്ഷയാണോ എന്ന് കനിമൊഴി. വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭ കടക്കുമോ എന്ന് ഉറ്റുനോക്കി രാജ്യം. നിർണായക വോട്ടെടുപ്പ് 4 മണിക്ക്. ബിൽ പാസ്സാകാൻ വേണ്ടത് 360 അംഗങ്ങളുടെ പിന്തുണ. നിലവിലെ സീറ്റുകളിൽ തന്നെ സംവരണം നടപ്പിലാക്കണമെന്ന നിലപാടിൽ ഉറച്ചു പ്രതിപക്ഷം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. അനവസരത്തിലെ പ്രസ്താവനകളിൽ നേതാക്കൾ ജാഗ്രത പുലർത്തണമെന്ന് PMA സലാം. വോട്ട് എണ്ണും വരെ കാത്തിരിക്കണം. വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പൊതു അഭിപ്രായം. പൊരിവെയിലത്ത് പണിയെടുത്ത പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തരുത് എന്നും PMA സലാം. മുഖ്യമന്ത്രി പദവി വിവാദം ചൂടുപിടിക്കെ രമേശ് ചെന്നിത്തല ഡൽഹിയിൽ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഡൽഹി സന്ദർശനം കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വിശദീകരണം. നിലവിലെ ചർച്ചകൾ അനവസരത്തിലെന്ന് ആവർത്തിച്ച് ചെന്നിത്തല. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ മുഖ്യമന്ത്രി പോരിൽ മുഹമ്മദ് ഷിയാസിനെതിരെ ആഞ്ഞടിച്ച് MK രാഘവൻ. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് തുടക്കമിട്ടത് എറണാകുളം DCC അധ്യക്ഷൻ. ഷിയാസിന്റെ പ്രസ്താവന കുഴപ്പങ്ങൾ ഉണ്ടാക്കി. VD സതീശന് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്നും MK രാഘവൻ. ജനവിധിക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നിജേഷ് അരവിന്ദ്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയെന്ന് രാജിക്കത്തിൽ. പാർട്ടി തന്നെ ഇരുട്ടിൽ നിർത്തിയെന്നും ആക്ഷേപം. BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതികൾ. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് ഡോക്ടർ റാമും സംഗീതയും. കോളേജ് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് തേടി ദേശീയ ദന്തൽ കമ്മീഷൻ. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ സ്വമേധയാ കേസെടുത്ത് പോലീസ്. പണം തിരിച്ചടയ്ക്കാത്തതിന് മാനസികമായി പീഡിപ്പിച്ചെന്ന് ഇൻസ്റ്റപേ ആപ്പിനെതിരെ FIR. നിതിന്റെ സഹപാഠികളുടെ വിശദമൊഴി എടുക്കാൻ അന്വേഷണ സംഘം. ബലാത്സംഗ കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പ്രശോഭ് വത്സന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മണ്ണാർക്കാട് SC/ST കോടതി. പ്രശോഭിനെ ഇതുവരെ കണ്ടെത്താനാകാതെ പോലീസ്. തീപിടുത്തമുണ്ടായി 1 മാസം പിന്നിട്ടിട്ടും പ്രവർത്തന സജ്ജമാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ICU. താൽക്കാലിക ICU പ്രവർത്തിക്കുന്നത് തുണി കെട്ടി മറച്ച്. വെന്റിലേറ്റർ ബെഡുകളുടെ ക്ഷാമവും രൂക്ഷം. പ്രതിസന്ധി പ്രിൻസിപ്പലിന് കത്ത് നൽകി സർജിക്കൽ വകുപ്പ് മേധാവി. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗിയായ അമ്മയെ ഉപേക്ഷിച്ച് മകളുടെ കൊടും ക്രൂരത. 38-കാരിയായ കലയെ മകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അയൽവാസി എന്ന് പറഞ്ഞ്. ഒരാഴ്ച പട്ടിണിക്കിട്ടിട്ടും ഹൃദയശൂന്യത. കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് വരെയും അവളെനിക്ക് ഒരു ഭക്ഷണവും തന്നിട്ടില്ല. എത്രയും ദിവസം ഞാൻ കിടന്ന് കെഞ്ചിയിട്ട് പോലും എനിക്കൊരു ഇത് വാങ്ങിച്ചു തന്നിട്ടില്ല. അവശനിലയിലായ സ്ത്രീയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദത്തിൽ LDFനെതിരെ നിയമ പോരാട്ടം തുടരാൻ UDF. കളക്ടറുടെ റിപ്പോർട്ട് തള്ളി ഫാത്തിമ തഹലിയ. ചട്ടലംഘനം നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിലെന്ന് ചോദ്യം. കളക്ടർ അത്തരത്തിൽ പെരുമാറ്റച്ചട്ടമില്ല എന്ന് പറഞ്ഞിട്ട് പെരുമാറ്റച്ചട്ടമില്ലായ്മ എങ്ങനെ വന്നു, അദ്ദേഹം എങ്ങനെയാണ് അതിന് കണ്ടെത്തിയത്, ഒരു കൺക്ലൂഷൻ നടത്തിയത് എന്നുള്ളത് മനസ്സിലാവണം. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ആ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. LDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ അയിത്തം തുടങ്ങിയത് എന്നു മുതലെന്നും ഫാത്തിമ തഹലിയ ന്യൂസ് മലയാളത്തോട്.
നേമത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ചൊല്ലി CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ മർദ്ദനമെന്ന് പരാതി. പാപ്പനംകോട് ദർശന ബ്രാഞ്ച് സെക്രട്ടറി സജീവ് ബ്രാഞ്ച് അംഗത്തിന്റെ വാരിയിൽ ഇടിച്ചു തകർത്തെന്ന ആരോപണം. സജീവിനെതിരെ കേസെടുത്ത് പോലീസ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് 3 വർഷം വിട്ടുനിന്നത് പ്രകോപനമായെന്ന് FIR. കേരളം ഉറ്റുനോക്കുന്ന പേരാവൂർ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ ഇരു മുന്നണികളും. 5000 മുതൽ 8000 വരെ ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്ന് UDF വിലയിരുത്തൽ. LDFന് അനുകൂലമായ മുസ്ലിം വോട്ട് ഏകീകരണം നടന്നിട്ടില്ലെന്നും UDF ക്യാമ്പ്. KK ശൈലജയ്ക്ക് 2000 മുതൽ 3000 വരെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച് ഇടതുപക്ഷം. കണ്ണൂർ കൂത്തുപറമ്പിൽ വീടിനു നേരെ ബോംബേറ്. സ്റ്റീൽ ബോംബ് എറിഞ്ഞത് മെരുവമ്പായി സ്വദേശി സുഹറയുടെ വീട്ടിലേക്ക്. ബോംബ് പൊട്ടാത്തത് വൻ അപകടം ഒഴിവാക്കി. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ച നടൻ ബോബി കുര്യനെ ചോദ്യം ചെയ്തു പോലീസ്. കേസിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് നടൻ. മൊഴി വിശ്വാസത്തിലെടുക്കാതെ അന്വേഷണ സംഘം. ബോബിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ നീക്കം. വിവാദ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ കുംഭമേള വൈറൽ താരത്തെ കണ്ടെത്താനാകാതെ മധ്യപ്രദേശ് പോലീസ്. അന്വേഷണ സംഘം കൊച്ചിയിൽ തുടരുന്നു. പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുക ലക്ഷ്യം. തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും സംരക്ഷണം വേണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പെൺകുട്ടി. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. മരിച്ചത് മൈക്കൽ സിറ്റി സ്വദേശി രാജൻ. ബന്ധുവും അയൽവാസിയുമായ അനൂപ് അറസ്റ്റിൽ. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വിലയിരുത്താൻ KSEB ഉന്നതതല യോഗം വൈകിട്ട്. വരും ദിവസങ്ങളിലെ ലഭ്യതയും വിതരണവും ചർച്ചയാകും. കേരളത്തിൽ ചൂടിന് ശമനമില്ല. ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഇറാനുമായി ആണവ സമാധാന കരാറുകൾ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപ്. ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് അവകാശവാദം. സമ്പുഷ്ട യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ സമ്മതിച്ചതായും ട്രംപ്. പ്രതികരണം വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തലിന് പിന്നാലെ ഹെസ്ബുള്ളയോട് സമാധാന ആഹ്വാനവുമായി ഡൊണാൾഡ് ട്രംപ്. ഇനി കൊലപാതകങ്ങൾ വേണ്ട, സമാധാനമാണ് പ്രധാനം. ഈ സുപ്രധാന സമയത്ത് മികച്ച നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ്. ഇരുപത് പേരുടെ ജീവനെടുത്ത വേദാന്ത പവർ പ്ലാന്റ് സ്ഫോടനത്തിൽ കേസെടുത്ത് ഛത്തീസ്ഗഡ് പോലീസ്. വേദാന്ത ഗ്രൂപ്പ് ചെയർമാൻ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസ്. അശ്രദ്ധ മൂലമുണ്ടായ നരഹത്യ അടക്കം വകുപ്പുകൾ ചുമത്തി FIR. IPL ആദ്യ ജയം തേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ തുടർജയവുമായി എത്തുന്ന ഗുജറാത്ത് ടൈറ്റൻസ്. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. സ്പെയിനിലെ ബാഴ്സലോണ നഗരത്തിൽ ക്ലബ്ബ് സ്വന്തമാക്കി ലിയോണൽ മെസ്സി. 5ാം ഡിവിഷൻ ക്ലബ്ബ് കോർണലെ ഏറ്റെടുത്ത് സൂപ്പർ താരം. ദീർഘകാല പദ്ധതിയുടെ ഭാഗമെന്ന് ക്ലബ്ബ്. അമേരിക്കയിലെ കരാർ പൂർത്തിയായാൽ മെസ്സി ബാഴ്സലോണയിലേക്ക് മാറിയേക്കും.